അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് ഒരു സംവാദം നടന്നു. ബൈബിളിലെ യേശുക്രിസ്തു തന്നെയാണോ പരിശുദ്ധ ഖുർആനിലെ ഈസാ നബി എന്നാണ് സംവാദത്തിൻ്റെ വിഷയം. അതിൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തു തന്നെയാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബി എന്നാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ വാദിച്ചത്. എന്നാൽ അത് തികച്ചും തെറ്റാണ്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബിയും രണ്ട് വ്യക്തികളാണ് എന്നാണ് ക്രിസ്ത്യാനികളിലെ ഒരു വിഭാഗം വാദിച്ചത്. അനിൽകുമാർ അയ്യപ്പൻ എന്ന വ്യക്തിയാണ് അതിലെ രാഹുൽ ഈശ്വറിൻ്റെ സഹസംവാദകൻ. എന്നാൽ എല്ലാ ക്രിസ്ത്യാനികൾക്കും അത്തരമൊരു വാദമില്ല. ഭൂരിഭാഗം ക്രിസ്ത്യാനികളും യേശുക്രിസ്തു തന്നെയാണ് ഈസാ നബി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. വളരെ കുറച്ച് പേർ മാത്രമാണ് സംവാദത്തിൽ വാദമുന്നയിച്ച അനിൽ അയ്യപ്പൻ്റെ വാദക്കാരായിട്ടുള്ളത്. ഞാൻ ആ സംവാദം മുഴുവനായിട്ടും കേട്ടു. രാഹുൽ ഈശ്വർ തൻ്റെ സമയം മുഴുവൻ മാന്യമായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ വാദം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ മറുവിഭാഗം സംവാദകനായ അനിൽകുമാർ അയ്യപ്പൻ എന്ന വ്യക്തി പരിശുദ്ധ ഇസ്ലാമിനെയും പ്രവാചകനെയും പരിശുദ്ധ ഖുർആനിനെയും ഒക്കെ കരിവാരിത്തേക്കാനും ആക്ഷേപിക്കാനുമാണ് തൻ്റെ സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തിയത്. ഒരുപാട് കളവുകൾ അദ്ദേഹം ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവെച്ചു. ഖുർആനിൻ്റെ പേരിലും പരിശുദ്ധ പ്രവാചകൻ്റെ പേരിലുമൊക്കെ ഒരുപാട് കളവുകളാണ് അദ്ദേഹം പല മുസ്ലിം പണ്ഡിതന്മാരെയും ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പരാമർശങ്ങൾ അദ്ദേഹം തൻ്റെ സംസാരത്തിനിടയിൽ നടത്തുകയുണ്ടായി. രാഹുൽ ഈശ്വർ ഒരിക്കലും ക്രിസ്ത്യാനികളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കും രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഒരു രീതിയല്ല ക്രിസ്ത്യാനി വിഭാഗത്തിലെ അനിൽകുമാർ അയ്യപ്പൻ നമ്മൾ എടുത്തത്. അവർക്ക് കിട്ടിയ അവസരം മുസ്ലിങ്ങളെ മാക്സിമം വേദനിപ്പിക്കുക, ഇസ്ലാമിനെ കരിവാരിത്തേക്കുക എന്നതിലാണ് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. ചില കളവുകളൊക്കെ സ്പോട്ടിൽ രാഹുൽ ഈശ്വർ പിടികൂടിയിട്ടുണ്ട്. എല്ലാ കളവുകളും ഒരിക്കലും രാഹുൽ ഈശ്വറിന് പിടികൂടാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതനല്ല, അല്ലെങ്കിൽ ഒരു മുസ്ലിം പോലും അല്ല, ഒരു ഹൈന്ദവ വിശ്വാസിയാണ്. അദ്ദേഹത്തിന് ഇസ്ലാമിൻ്റെ പേരിൽ പറയുന്ന കളവുകളൊക്കെ പിടികൂടാൻ ഒരിക്കലും കഴിയില്ല. എന്നാൽ അദ്ദേഹത്തിന് കഴിയുന്ന ചില കളവുകൾ സ്പോട്ടിൽ പിടികൂടിയിട്ടുണ്ട്. ഏതായാലും ആ സംവാദത്തിനിടയിൽ നടന്ന രസകരമായിട്ടുള്ള കാര്യങ്ങളും അനിൽകുമാർ അയ്യപ്പൻ എന്ന വ്യക്തി ഇസ്ലാമിനെതിരെ നടത്തിയ കളവുകളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ സംവാദത്തിനെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ആദ്യം രാഹുൽ ഈശ്വർ പിടികൂടിയ ആ കളവ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇസ്ലാം സമാധാനമാണെന്ന് ഇവരെപ്പോഴും പോസ്റ്റർ ഒട്ടിച്ച് നടക്കല്ലേ? എന്തുകൊണ്ടാണ് ഒരു ഹിന്ദുവിന് അങ്ങനെ പറയേണ്ട ഗതികേടില്ലാത്ത? അല്ലെങ്കിൽ ഒരു ബുദ്ധമതക്കാരനോ അല്ലെങ്കിൽ ഒരു സിഖ് മതക്കാരനോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്കോ അല്ലെങ്കിൽ ലോകത്ത് മറ്റു ഒരു മതക്കാരനോ ഈ ഇതിൽ ഇവർക്ക് മാത്രമേ ഞങ്ങൾ സമാധാനത്തിൻ്റെ മതമാണെന്ന് പറയേണ്ടി വരുന്നുള്ളൂ മറ്റുള്ളവരോട്. കാരണം എന്താ? അവിടുന്ന് വരുന്നത് സമാധാനക്കേടാണ്. അതുകൊണ്ടാണ് സമാധാനക്കേട് മാത്രം വരുന്നതുകൊണ്ട് പറയണേ അങ്ങനെയൊന്നും അല്ല കേട്ടോ, അത് ഒറിജിനൽ ഇസ്ലാമല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നത്. 157 ആയത്തുകൾ ഖുർആനകത്തുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിലൊരു കോടതി തന്നെ നിരോധിച്ചിട്ടുണ്ട്. 27 ആയത്തുകൾ പറഞ്ഞ് ഇത് പാടില്ല, എടുത്തു മാറ്റണം എന്ന് പറഞ്ഞു. ഖുർആൻ്റെ അകത്ത് എടുത്തു മാറ്റിയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ കോടതി പറഞ്ഞതാണ്, മനസ്സിലായി. ഇതൊരു യുദ്ധപുസ്തകമാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു, യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന പുസ്തകം. ഇത് സംഗതി ഈ അറബി തന്നെ കൊണ്ടു നടന്നുകൊണ്ടാണ് നമുക്കിതൊന്നും അറിയാതിരുന്നത്. ഇപ്പോഴല്ലേ ഇതൊക്കെ പരിഭാഷപ്പെടുത്തി നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യം നമുക്കറിയാൻ തീരുമാനമായി. ഞാൻ ഈ സംവാദത്തിൽ തോറ്റു എന്ന് പരസ്യമായി സമ്മതിക്കാനും അദ്ദേഹം പറയുന്നതാണ് ശരിയെന്ന് അക്സെപ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടാനും തയ്യാറാണ്. ഒരൊറ്റ ചോദ്യത്തിന് അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യയിലൊരു കോടതി ഖുറാൻ ബാൻ ചെയ്തു, ഖുറാൻ്റെ വേഴ്സ് ബാൻ ചെയ്തു. നിങ്ങൾ കേട്ട് കാണും. അത് ഏത് കോടതിയാണെന്നൊന്ന് പറയാം. അദ്ദേഹം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തൊട്ടു മുമ്പ് പറഞ്ഞ ഒരു പച്ചക്കളവ് അദ്ദേഹം തൊട്ടു മുമ്പ് പറഞ്ഞ ഒരു പച്ചക്കളവ് അതുപോലും അദ്ദേഹത്തിന് ഇപ്പോൾ എടുത്ത് കാണിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്രയും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളല്ല ഇവർ പറയുന്നത്. തപ്പിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും കിട്ടിയിട്ടില്ല, ലാപ്ടോപ്പിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഇസ്ലാമിനെതിരെ പറയുന്ന ഓരോ കളവുകളും സ്പോട്ടിൽ ചോദിച്ചാലേ ഇതേപോലെ തന്നെ ആയിരിക്കും അവസ്ഥ. അദ്ദേഹത്തിന് കിട്ടാഞ്ഞിട്ടേ രാഹുൽ ഈശ്വർ വീണ്ടും വന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ സമയം ധരിച്ചിട്ടാണ് ഞാൻ സമയം കൊടുക്കുന്നത്. രാഹുൽ ഈശ്വറിന് അറിയാം എത്ര തപ്പിയാലും കിട്ടൂല. ആ ധൈര്യത്തിലാണ് തൻ്റെ സമയം പോയാലും വേണ്ടിയില്ല, തനിക്ക് വാദം ഉന്നയിക്കാൻ കിട്ടുന്ന ഒരു സമയം പോയാലും വേണ്ടിയില്ല ഈ ഒരു കളവ് പിടികൂടണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാശി. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ.
തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ പരസ്യമായ ആ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് സ്റ്റേജിൽ വെച്ച് ഇദ്ദേഹം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നാണം കെട്ടു പോയില്ല ഇയാൾ. ഇതാണ് അവസ്ഥ. കാരണം ഒരു കളവ് പറയുമ്പോൾ ആ കളവിനെ കുറിച്ച് അറിയുന്ന ആൾ ചോദിച്ചാൽ പെട്ടുപോകും. നാണം കെടുക ജനങ്ങളുടെ മുമ്പിൽ. ഇതിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു കളവുണ്ടല്ലോ, ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോൾ അവസാനം തപ്പിയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടോ. ആ കിട്ടിയ അവസ്ഥ ഒന്ന് നോക്കാം നമുക്ക്. 1986 ഏതൊക്കെയോ സൈറ്റിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നാണ്. 1986 ഇത് 80കളുടെ മധ്യത്തിൽ നടന്ന സംഭവത്തിൽ ഇതായിരുന്നു. ഹൈക്കോടതി ഇതല്ല ഇതാണ് അവസ്ഥ. കൽക്കട്ട ഹൈക്കോടതിയിൽ നിരോധിക്കാന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തിരുന്നു. അത് കോടതി തള്ളുകയുണ്ടായി. അതല്ല വേറെയാണ്. പക്ഷെ അത് കിട്ടുന്നില്ല. ഇപ്പൊ കിട്ടിയത് വേറെ എന്തൊക്കെയാണ്? അല്ല ഇപ്പഴില്ല, 2021 അതൊന്നല്ല. ഇതൊക്കെ അതിന് മുമ്പത്തെയാണെന്നേ. ആ മുമ്പത്തെ എവിടെ ഒരു സംഭവത്തിന് വരുമ്പോ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ വിഷയം കൃത്യമായിട്ട് എഴുതി കൊണ്ടുവരില്ലേ? അപ്പൊ ഈ ഒരു തെളിവും കൂടെ കൊണ്ടുവരണ്ടേ? അങ്ങനെ പോയി. ഇനി എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ 2021 വസീം റിസ്വി എന്ന് പറയുന്ന, എനിക്ക് പേഴ്സണലി അറിയാവുന്ന, ഞങ്ങളോടൊക്കെ ചർച്ചയ്ക്കിരിക്കാറുള്ള ഒരു വ്യക്തി ഒരു PA കൊടുത്തു. മുസ്ലിം നാമധാരിയാന്നേ ഉള്ളൂ. 26 വേഴ്സസ് ഖുറാനിന്ന് റിമൂവ് ചെയ്യണമെന്ന്. സുപ്രീം കോടതിയിൽ ഉത്തരവ് എന്താണെന്നറിയാമോ? അയാൾക്ക് 50,000 രൂപ ഫൈൻ അടിച്ചു. അതാണ് സുപ്രീം കോടതി യഥാർത്ഥത്തിൽ ചെയ്തത്. മറ്റേ ആൾ പറഞ്ഞ ആ പച്ചക്കളവ് എത്ര ആയിട്ടും കിട്ടുന്നില്ല. എന്നാൽ ഒരു കളവ് പറയുമ്പോൾ അതിനെന്തെങ്കിലും ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള എന്തെങ്കിലും റെഡിയാക്കി വരണ്ടേ? അതുമില്ല. അവസാനം ജനങ്ങളെ മുമ്പിൽ നിന്നിട്ട് ബബ്ബടിക്കാണ്. പെട്ടുപോയില്ലേ? കടുവാക്കുട്ടിൽ പെട്ടുപോയ ഒരവസ്ഥയാണ് ഇപ്പോൾ അനിൽകുമാർ അയ്യപ്പനെ നമ്മൾ കണ്ടത്. ഈ രാഹുൽ ഒരു മുസ്ലിം പണ്ഡിതനല്ലാത്ത രാഹുൽ ഈശ്വറിന് മുമ്പിൽ പോലും ഇത്തരത്തിൽ പെട്ടുപോയ ആൾക്ക്, മുസ്ലിം പണ്ഡിതന്മാരുടെ മുമ്പിൽ പോയ എന്തായിരിക്കും അവസ്ഥ? കാരണം മുസ്ലിം പണ്ഡിതന്മാർക്ക് പരിശുദ്ധ ഖുർആൻ അറിയാം, ഹദീസുകൾ അറിയാം, പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ അറിയാം. ഇതേപോലെ സ്പോട്ടിൽ അങ്ങോട്ട് ചോദിച്ചാൽ ആ സ്റ്റേജ് ഒന്ന് ഓടേണ്ടി വരില്ലേ അനിൽകുമാർ അയ്യപ്പന്? അപ്പൊ എന്തിനാണ് ഒരു മതത്തെ താറടിക്കാനും കരിവാരിത്തേക്കാനും ഇത്തരം പച്ചക്കളവുകൾ പൊതുമധ്യത്തിൽ എഴുന്നള്ളിക്കുന്നത്? അവസാനം എവിടെ നിന്നൊക്കെയോ തപ്പിപ്പൊടിച്ച് അയാൾ കൊണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് കാണിക്കാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. രാഹുൽ ഈശ്വർ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കളവ് അദ്ദേഹത്തിന് പെട്ടെന്ന് പിടികൂടാൻ പറ്റി. എന്നാൽ ഈ അനിൽകുമാർ അയ്യപ്പൻ പരിശുദ്ധ ഖുർആാനിന്റെയും ഹദീസിന്റെയും പേരിൽ പറഞ്ഞ കളവുകൾ പിടികൂടാൻ രാഹുൽ ഈശ്വറിന് സാധിക്കൂല. അദ്ദേഹം ഒരു പണ്ഡിതനല്ല, ഒരു മുസ്ലിം പോലുമല്ല. അത് ആ വീഡിയോയിൽ തന്നെ തുടക്കത്തിൽ ഇയാൾ വേറെ കാര്യം പറയുന്നുണ്ട്. ഇസ്ലാം സമാധാനമാണെന്ന് ഇവരെപ്പോഴും പോസ്റ്റർ ഒട്ടിച്ച് നടക്കല്ലേ? എന്തുകൊണ്ടാണ് ഒരു ഹിന്ദുവിന് അങ്ങനെ പറയേണ്ട ഗതികേടില്ലാത്ത? അല്ലെങ്കിൽ ഒരു ബുദ്ധമതക്കാരൻ, അല്ലെങ്കിൽ ഒരു സിഖ് മതക്കാരൻ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്കോ, അല്ലെങ്കിൽ ലോകത്ത് മറ്റു ഒരു മതക്കാരനും ഈ ഇതിൽ ഇവർക്ക് മാത്രമേ ഞങ്ങൾ സമാധാനത്തിൻ്റെ മതമാണെന്ന് പറയേണ്ടി വരുന്നുള്ളൂ മറ്റുള്ളവരോട്. കാരണം എന്താ? അവിടുന്ന് വരുന്നത് സമാധാനക്കേടാണ്. അതുകൊണ്ടാണ് സമാധാനക്കേട് മാത്രം വരുന്നതുകൊണ്ട് പറയണേ അങ്ങനെയൊന്നും അല്ലാട്ടോ, അത് ഒറിജിനൽ ഇസ്ലാമല്ല, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്നത്. മുസ്ലിം പണ്ഡിതന്മാർ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്, സമാധാനത്തിൻ്റെ മതമാണ്. ഇതിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ മുസ്ലിം പണ്ഡിതന്മാർക്ക് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്താണ്? ഇവിടെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒക്കെ പറയുന്നുണ്ടോ? മുസ്ലിങ്ങൾക്ക് മാത്രം ഇങ്ങനെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്താണെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് ബുദ്ധിയുള്ള ആൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? ഒരു വിഭാഗം ജനങ്ങൾ ഒരു മതത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ആ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പറയേണ്ടി വരും. സ്വാഭാവികമല്ലേ? എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു നിരപരാധിയായ മനുഷ്യനെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. ആ പ്രതി പറയൂലേ ഞാൻ നിരപരാധിയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയൂലേ? സ്വാഭാവികമല്ലാതെ. അതുപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ വിരോധികൾ ഇങ്ങനെ നിരന്തരമായിട്ട് എല്ലാ സമയത്തും എല്ലാ കാലത്തും ഇസ്ലാമിനെതിരെ ഇങ്ങനെ കളവുകൾ പ്രചരിപ്പിക്കുക, പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങളായ ആളുകൾക്ക് പറയേണ്ടി വരും ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. ഏതെങ്കിലും ചില വ്യക്തികൾ സമാധാനം തകർക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ മേൽ വെച്ച് കെട്ടണ്ട, ഇസ്ലാം തികച്ചും സമാധാനത്തിൻ്റെ മതമാണെന്ന് മുസ്ലിം പണ്ഡിതന്മാർക്ക് പറയേണ്ടി വരും. അത് സ്വാഭാവികമാണ്. ഈ അനിൽകുമാർ അയ്യപ്പനെ പോലത്തെ ആളുകൾ ഇസ്ലാമിനെതിരെ വ്യാജ പ്രചരണം നടത്തുമ്പോൾ, പരിശുദ്ധ ഖുർആാനിനെതിരെയും പ്രവാചകനെതിരെയും കളവുകൾ പ്രചരിപ്പിക്കുമ്പോൾ അതൊന്നും ശരിയല്ല എന്ന് പറയേണ്ടി വരൂലേ? ഇസ്ലാമിനെതിരെ ഇവർ പ്രചരിപ്പിക്കുന്ന കളവ് ഒന്ന് നിർത്തിക്കോട്ടെ, എന്നാൽ പിന്നെ നമ്മൾ ആരും പറയൂല ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്ന് പറയേണ്ട അവസ്ഥയില്ല. ഇവരൊക്കെയും ഇസ്ലാമിനെ ആക്രമിക്കാൻ വരുമ്പോഴാണ് നമ്മൾ മുസ്ലിം പണ്ഡിതന്മാർക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഖുർആനിലെ ചില ആയത്തുകൾ ഇന്ത്യയിലെ ഒരു കോടതി പോലും നിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, ബാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പച്ചക്കളവല്ലേ?
അതിന് കൃത്യമായി ഒരു തെളിവോ മറുപടിയോ പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കളവ് പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയല്ല, അങ്ങനെ ഒരു കോടതിയും നിരോധിച്ചിട്ടില്ല എന്ന് മുസ്ലിം പക്ഷത്തുനിന്ന് പറയണ്ടേ? അത് തന്നെയാണ് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്ന് എപ്പോഴും പറയാൻ കാരണം. നിങ്ങളെപ്പോലുള്ളവർ ഈ കളവ് പ്രചരിപ്പിക്കുന്നത് നിർത്തിയാൽ പിന്നെ ഞങ്ങൾ ആരും പറയില്ല. മുസ്ലിങ്ങൾ ആരും ഇവിടെ മറ്റു മതങ്ങളുടെ പേരിൽ ഒരു കളവും പ്രചരിപ്പിക്കുന്നില്ല. ക്രിസ്തു മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു മതങ്ങളുടെ പേരിലൊന്നും ഇവർ ചെയ്യുന്നത് പോലുള്ള ഒരു കളവും മുസ്ലിം പണ്ഡിതന്മാരിവിടെ പ്രചരിപ്പിക്കുന്നില്ല. അങ്ങനെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ കളവ് വ്യാജ പ്രചരണം നടത്താതിരിക്കുമ്പോൾ അവർക്ക് ഇത് സമാധാനത്തിൻ്റെ മതമാണെന്ന് പറയേണ്ട അവസ്ഥയില്ല. അവസാനം അയാളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ, കോടതി നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കെട്ടുകഥ കൊണ്ടുവരുന്നുണ്ട്. സത്യത്തിൽ അത് യാഥാർത്ഥ്യമല്ല, സംഘികളുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു കെട്ടുകഥ എന്താണ്. അവരിങ്ങനെ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുണ്ടാക്കുന്ന കെട്ടുകഥകളുണ്ട്, അതൊക്കെ അവരുടെ വെബ്സൈറ്റിൽ കിട്ടും. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്ന് ഇയാൾ അവതരിപ്പിക്കുന്നുണ്ട്. അതൊന്ന് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. രാജ്യത്ത് എന്തുകൊണ്ട് കലാപങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള തലക്കെട്ടിൽ ഖുറാനിലെ 24 ആയത്തുകൾ, ഞാൻ നേരത്തെ 27 എന്നാണ് പറഞ്ഞത്, ഓർമ്മപ്പിച്ച് കാണും, 24 ആയത്തുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഡൽഹിയിലും ഉത്തർപ്രദേശിലും മറ്റു പലയിടങ്ങളിലായിട്ട് ഒട്ടിച്ചു വെച്ചിരുന്നു പല ആളുകളും ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിൻ്റെ ഈ പോസ്റ്ററിൻ്റെ പുറകിലുള്ള ആൾക്കാർ ആരാണെന്ന് പോലീസ് അന്വേഷിക്കുന്നു. എന്നിട്ട് 2 പേര്, ഇന്ദ്രസെൻ ശർമ്മ, രാജ്കുമാർ ആര്യ എന്ന് പറയുന്ന 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കോടതിയിലേക്ക് കേസ് വരികയാണ്. ഡൽഹി മെട്രോപൊളിറ്റൻ ജുഡീഷ്യൽ കോടതിയിലേക്ക് വരികയാണ്. ഇവരുടെ നിലപാട് ശരിയാണെന്ന് കോടതി പറഞ്ഞു, പക്ഷേ വിധി പുറപ്പെടുവിച്ചില്ല. ഇവരുടെ നിലപാട് ശരിയാണെന്ന് കോടതി പറഞ്ഞു, പക്ഷേ വിധി പുറപ്പെടുവിച്ചില്ല. ഇവരുടെ നിലപാട് ശരിയാണെന്ന് കോടതി പറഞ്ഞു, പക്ഷേ വിധി പുറപ്പെടുവിച്ചില്ല. ഈ നിലപാട്, ഈ ആയത്തുകൾ ഖുറാനിൽ നിന്ന് നീക്കം ചെയ്യാത്തിടത്തോളം കാലം ഈ രാജ്യത്തും ലോകത്തും സമാധാനം ഉണ്ടാവില്ല, മുസ്ലിങ്ങളും തമ്മിൽ എന്നും കലഹമായിരിക്കും എന്ന് പറഞ്ഞ ആ നിലപാട് കൃത്യമാണ്. അതിൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഏതോ ഒരു കേസിൻ്റെ കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കൊൽക്കത്തയിൽ കുറച്ച് ആളുകൾ ഒരു പോസ്റ്റർ ഒട്ടിച്ചു, ഖുർആനിലെ ചില ആയത്തുകൾ കാരണമാണ് ഇവിടെ കലാപമുണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ ഒട്ടിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തു. ആ കേസ് കോടതിയിലെത്തി. അപ്പോൾ ആ കേസിലെ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടു. ആ പ്രതികൾ പറഞ്ഞ കാര്യം കോടതി അംഗീകരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ അതിനിടയിൽ അയാൾ കോടതി വിധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവസാനം സത്യം പറയേണ്ടി വന്നു, അങ്ങനെ ഒരു കോടതി വിധി ഇല്ല എന്ന് സത്യം പറയേണ്ടത്. പിന്നെ എന്താണ്, ഈ പ്രതികളെ വെറുതെ വിട്ടത് കൊണ്ട് ആ പ്രതികളുടെ വാദം കോടതി അംഗീകരിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതാണ് പിന്നെ ഇയാളുടെ വാദം. നമ്മുടെ നാട്ടിലൊക്കെ എത്ര കുറ്റവാളികളെ തെളിവിൻ്റെ അഭാവത്തിൽ വെറുതെ വിടുന്നുണ്ട്. എത്ര കേസുകൾ തെളിവിൻ്റെ അഭാവത്തിൽ തെളിയാതെ ഇപ്പോഴും കിടക്കുന്നുണ്ട് കോടതിയിൽ. അപ്പോൾ ആ കേസുകളിലൊക്കെ പറഞ്ഞ കുറ്റകൃത്യം കോടതി അംഗീകരിച്ചു എന്നാണോ അതിൻ്റെ അർത്ഥം? അതല്ലെങ്കിൽ തെളിവിൻ്റെ അഭാവത്തിൽ വെറുതെ വിട്ട പ്രതികളുടെ വാദം ശരിയാണ് എന്ന് കോടതി അംഗീകരിക്കുന്നു എന്നാണോ അതിനർത്ഥം? എത്ര വലിയ വിഡിതമാണ് ഇയാൾ പരസ്യമായിട്ട് പറയുന്നത്. മുസ്ലിം പണ്ഡിതന്മാർ കോടതിയിൽ വന്ന് ഇവരുടെ കുറ്റകൃത്യം തെളിയിക്കാത്തത് കൊണ്ട് കോടതി അവരെ വെറുതെ വിട്ടു. ആ വെറുതെ വിട്ട പ്രതികളുടെ വാദം കോടതി അംഗീകരിക്കുന്നു എന്നല്ലേ? ഇയാളെപ്പോലുള്ള ആളുകൾ എങ്ങനെയാണ് ഈ സംവാദത്തിന് എത്തിയതെന്ന് അത്രയും വലിയ വിഡ്ഢിത്തല ഇയാൾ പറഞ്ഞത്. മുസ്ലിം പണ്ഡിതന്മാരൊന്നും ഇത്തരം കേസുകളുടെ പിന്നാലെ പോകില്ല, അത് ഏത് കോടതിയിലേക്കാണെങ്കിലും. കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ല. ഇന്ന് ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ വളരുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. 2050 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയുടെ 30% മുസ്ലിങ്ങളായിരിക്കും എന്നാണ് വിവിധ പഠനങ്ങൾ പറയുന്നത്. പിന്നെ എന്തിനാണ് ഇത്തരം കേസുകൾക്ക് പിന്നാലെ പോയി അല്ലെങ്കിൽ മറ്റ് വിവാദങ്ങൾക്ക് പിന്നാലെ പോയി വെറുതെ സമയം കളയുന്നത്? മുസ്ലിം പണ്ഡിതന്മാരുടെ മറ്റു നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇത്തരം വിവാദങ്ങൾക്ക് പിന്നാലെ പോകുന്നതോ ഇത്തരം കേസുകൾക്ക് പിന്നാലെ പോകുന്നതൊന്നും അവർ ശ്രദ്ധിക്കാറേ ഇല്ല. അതുകൊണ്ടാണ് ഇത്തരം കേസുകളിലൊന്നും മുസ്ലിം പണ്ഡിതന്മാർ ഹാജരാവാത്തത്. ഇസ്ലാമിൻ്റെ വിരോധികൾ ഇത്തരം വ്യാജ പ്രചരണങ്ങളുമായി നടന്നോട്ടെ, അവരവരുടെ പണിയെടുത്തോട്ടെ, ഞങ്ങളുടെ പണിയെടുക്കാം എന്നുള്ളൊരു വാദഗതിയാണ് മുസ്ലിം പണ്ഡിതന്മാർക്കുള്ളത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഇസ്ലാമിനെതിരെ നടത്തിയത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളത് അവർക്കറിയാം, മുസ്ലിം പണ്ഡിതന്മാർക്കറിയാം. കുറേ കാലമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഒരു കോട്ടം ഇസ്ലാമിന് തട്ടിയിട്ടുണ്ടോ? ഇസ്ലാം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ നാടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ വളരുന്ന മതം പരിശുദ്ധ ഇസ്ലാമാണ്. ഇത്രയും ആക്ഷേപങ്ങളും അപഹാസങ്ങളും നടത്തിയിട്ടും ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് യാതൊരു കോട്ടം തട്ടുന്നില്ല അപ്പോഴും. പിന്നെ എന്തിനാണ് ഇത്തരം കേസുകൾക്ക് പിന്നാലെ പോകുന്നത്? അതൊക്കെ ചിന്തിച്ചിട്ട് മാത്രമാണ് ഈ മുസ്ലിം പണ്ഡിതന്മാർ ഇത്തരം കേസുകളിലൊന്നും ഹാജരാവാത്തത്. അതിനൊന്നും ആവശ്യമില്ല. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വന്ന് പഠിച്ചോളും. അവർ പഠിച്ചിട്ട് മുസ്ലിം ആയിക്കോളും. യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇസ്ലാം മതം സ്വീകരിക്കുന്ന ആളുകൾ ചില്ലറക്കാരല്ല, വലിയ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ്, വലിയ ബുദ്ധിജീവികളാണ്. അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. ചില ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത്.
അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഇസ്ലാമാണ് സത്യം എന്നുള്ളത്. എന്നിട്ട് അവർ ഇസ്ലാമിലേക്ക് വരികയാണ്. അങ്ങനത്തെ നിരവധി സംഭവങ്ങൾ അമേരിക്ക, യൂറോപ്പിലൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞതുപോലെ കോടതിയിൽ മുസ്ലിം പണ്ഡിതന്മാർ വന്നില്ല എന്നത് സത്യമാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കാരണം. അവസാനം തങ്ങളുടെ വാദം ശരിവെക്കാൻ പോപ്പിനെ വരെ ഇവർ വിമർശിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ക്രിസ്തീയ സഭയായ കത്തോലിക്കയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പോപ്പിനെ വരെ വിമർശിക്കുന്നുണ്ട്. പോപ്പ് ശപിക്കപ്പെട്ടവനാണ് എന്ന രീതിയിലാണ് ഇവരുടെ പല വാദമുഖങ്ങളും അവസാനിക്കുന്നത്. രാഹുൽ ഈശ്വർ കൃത്യമായി പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സഭയായ കത്തോലിക്കയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പോപ്പ് വരെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബിയും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവും ഒരാളാണെന്ന്. മാത്രമല്ല ഒരുപാട് യൂണിവേഴ്സിറ്റി പഠനങ്ങളും അത് തന്നെയാണ് പറയുന്നത്. അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വർ തൻ്റെ വാദം ഉന്നയിച്ചത്. എന്നാൽ ആ വാദം ഉന്നയിച്ച പോപ്പിനെ വരെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, പോപ്പ് ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ വാദമുഖത്തെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇയാൾ ശ്രമിക്കുന്നത്. പോപ്പല്ല ആരും അപ്പോസ്തലന്മാർ പറയാണ്, ഞങ്ങളല്ല സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതം വന്ന് പറഞ്ഞാലും ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ടെണ്ണം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്, നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കാൻ നിൽക്കരുത്. പോപ്പല്ല ആര് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായ ഒരു യേശുവിനെ കൊണ്ടുവന്നിട്ട് മറ്റൊരു യേശുവിനെ കൊണ്ടുവന്നിട്ട് ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുകയില്ല. ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ അംഗീകരിക്കാൻ പറ്റുകയില്ല. അത് ശപിക്കപ്പെട്ടവൻ തന്നെയാണ് എന്നുള്ള നിലയിൽ നമ്മൾ പറയും. പോപ്പ് ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിബേറ്റിന് സ്പേസ് ഉണ്ടാവില്ല. അതായത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ക്രിസ്ത്യൻ സഭയുടെ ആള് പോപ്പ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും ആരാധനായ, ഞാൻ ഏറ്റവും പോപ്പിനെ ഫോളോ ചെയ്യുന്ന വ്യക്തി, ഞാൻ കൃത്യമായി പോപ്പിനെ കുറിച്ച് വീഡിയോ ചെയ്യുകയും ഫോളോ ചെയ്യുന്ന വ്യക്തി, എല്ലാ പോപ്പുമാരെയും വളരെ ആദരവോടെ കണ്ടിട്ടുള്ളതാണ്. ആ പോപ്പ് യഥാർത്ഥത്തിൽ തങ്ങൾ പറയുന്ന വ്യാഖ്യാനത്തോടോ നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന വ്യാഖ്യാനത്തോടോ യോജിക്കാത്തതുകൊണ്ട് ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിബേറ്റിന് സ്പേസ് പോലും ഇല്ല. രാഹുൽ ഈശ്വർ ഇങ്ങനൊരു വാദം ഉന്നയിക്കാൻ കാരണം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും രണ്ട് മതമാണെങ്കിലും അവർ ഏറ്റവും ഉന്നതനായി കാണുന്ന യേശു ക്രിസ്തു ഒരു വിഭാഗം പ്രവാചകനാണെന്നും ബഹുമാനിക്കേണ്ടവനാണെന്നും വിശ്വസിക്കുന്നു, മറ്റൊരു വിഭാഗം ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു വ്യത്യാസമുള്ളൂ. പിന്നെ എന്തിനാണ് പരസ്പരം ഇവർ തമ്മിൽ തർക്കിക്കുന്നത്, പരസ്പരം കരിവാരിത്തേക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിച്ചൂടെ? അതിനു വേണ്ടിയിട്ടാണ് രാഹുൽ ഈശ്വർ ഇങ്ങനെ ഒരു സംവാദം തന്നെ ഈ സംവാദത്തിന് തന്നെ പങ്കെടുക്കുന്നത്. അല്ലാതെ ക്രിസ്തു മതം തെറ്റാണെന്നും ഇസ്ലാം മതം ശരിയാണെന്നും സ്ഥാപിക്കാനല്ല രാഹുൽ ഈശ്വർ ശ്രമിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങൾ യേശു ക്രിസ്തു അഥവാ ഈസാ നബി കുരിശിൽ മരണപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുമ്പോൾ രാഹുൽ ഈശ്വർ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികളുടെ കൂടെയാണ്. യേശു ക്രിസ്തു കുരിശിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ക്രിസ്തുമതം തെറ്റാണെന്നോ ഇസ്ലാം മതം ശരിയാണെന്നോ ഒന്നും അല്ല രാഹുൽ ഈശ്വർ വാദിക്കുന്നത്. ഒരിക്കലും രാഹുൽ ഈശ്വറിനെ പുകഴ്ത്താനോ രാഹുൽ ഈശ്വറിനെ ന്യായീകരിക്കാനൊന്നും അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അലിൻ കുമാർ അയ്യപ്പൻ എന്ന വ്യക്തി ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശമായി പരാമർശങ്ങൾ നടത്തിയും കളവ് പ്രചരിപ്പിച്ചു നടത്തിയ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യുക എന്ന ഒരു ഇത് മാത്രമാണ്, എന്നൊരു ചിന്ത മാത്രമാണ്. ഒരുപാട് കളവുകൾ ഈ സംവാദത്തിലുടനീളം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കളവുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ വിശകലനം ചെയ്യാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.